पति ब्रह्मचारी ഇനി ഇവിടെ സംസാരിച്ചോണ്ട് നിൽക്കാൻ പോവാണോ? എന്റെ മോന് വേണ്ടി ഒന്നും ഉണ്ടാക്കുന്നില്ലേ? എന്റെ മോനെങ്ങാനും വിശന്നിരുന്നാ അതിന് ഒരേ ഒരു ഉത്തരവാദി നീ ആയിരിക്കും. എടി മടിച്ചു പറു, പോയി അവൾക്ക് എന്തെങ്കിലും പോയി പറഞ്ഞു കൊടുക്ക. പോ ചെല്ല്. ഓ എന്റെ ഭഗവാനെ, ഞങ്ങളുടെ തലയിൽ എങ്ങനെയാണോ ഈ രണ്ട് മരുമക്കൾ വന്ന് പെട്ടത്. സർപ്രൈസ്. ഇതൊക്കെ ഞാൻ എന്റെ കൈ കൊണ്ട് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. മേഡം, അതായത് മേഡത്തിന് വേണ്ടി ഇരുന്നാട്ടെ. മനുഷ്യ, നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സ്ഥിതിക്ക് അതെനിക്കൊന്ന് വാരി തന്നൂടെ? എല്ലാം മേഡത്തിന്റെ ഇഷ്ടം പോലെ. ഒരു മിനിറ്റ്. മനുഷ്യ, ഈ കരിഞ്ഞ മണം എവിടുന്നാ വരുന്നേ? അയ്യോ, ഇത് മൊത്തം കരിഞ്ഞു പോയല്ലോ. ഈ കരിഞ്ഞത് വെച്ചിന് കറി ഉണ്ടാക്കാൻ പറ്റുമോ? നോക്കിക്കാതെ അതിൽ വേഗം മസാല ഇടും. മസാല മോണിക്കെടുത്തി ഓൾറെഡി 6 വിസിൽ കേട്ട് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ? 6 വിസിലോ? പണി പാളിയല്ലോ ദൈവമേ. നീ എന്താ ഇതുവരെ കുക്കർ ഓഫ് ചെയ്യാതിരുന്നേ? ഞാൻ പറഞ്ഞിട്ട് കുക്കർ ഓഫ് ചെയ്താൽ മതി എന്നല്ലേ കുറച്ച് മുമ്പ് മോണിക്കെടുത്തി പറഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? 2-3 വിസിലൂടെ കേൾക്കണോ അതോ ഓഫ് ചെയ്യണോ? 6 വിസിലടിച്ചിട്ട് ഇവക്ക് തൃപ്തി ആയില്ലെന്നാ തോന്നുന്നത്. വീണ്ടും വിസിൽ കേൾക്കണം അത്രേ. 6 വിസിലടിച്ചപ്പോ തന്നെ അരി പായസം ആയല്ലോ ദൈവമേ. ഇവളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി ഒന്നുകൂടെ ഉണ്ടാക്കേണ്ടി വരും. മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ഇല്ല, അരി ആയിക്കഴിഞ്ഞു. നീ അതങ്ങ് ഓഫ് ചെയ്തേക്ക്. ഇനി എന്താ ചെയ്യണ്ടേ? അതിലേക്ക് ഗോപി അങ്ങ് എടുത്തിടുന്നേ. ഇനി ഉരുളക്കിഴങ്ങ് ഇടട്ടെ? ഇതൊക്കെ ചോദിക്കാനുണ്ടോ? ഉരുളക്കിഴങ്ങ് എടുത്തിട്. മതി. ആട്ടയിൽ ആരെങ്കിലും ഇത്ര വെള്ളം എടുത്ത് ഒഴിക്കോ? മതി. അതൊരു കൊഴുക്കി. ഇനി തക്കാളിയും ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് കട്ട് ചെയ്യാൻ നോക്ക്. കഴിഞ്ഞു. ശരി, ഇനി ചെയ്യേണ്ടത് കഴിഞ്ഞു. മോണിക്കെടുത്തി എല്ലാം റെഡിയായി. ഏത് പാത്രത്തില് ഏതാ ആദ്യം വെക്കണ്ടേ? ഇനി ഇതിലേക്ക് ഭക്ഷണം വെക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരണോ ഇഷ? ഇനി ഉണ്ടാക്കിയത് ഓരോന്നായിട്ട് അങ്ങ് വെച്ചോളൂ. ആദ്യം സലാഡ് വെക്കേ. ശരി, വെച്ചു. ഇനി കറി വെക്ക്. അതിന്റെ മുകളിൽ പപ്പടം വെക്ക്. മോണിക്കെടുത്തി പപ്പടം കറിയുടെ മുകളിലാണോ വെക്കണ്ടേ? അത് തന്നെ വെക്ക്. ഇനി ചോറ് വെക്ക്. അതിന്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിക്ക്. പിന്നെ അതിന്റെ മുകളിൽ ചപ്പാത്തി വെക്ക്. മോണിക്കെടുത്തി ചപ്പാത്തിയും ഇതിൽ തന്നെയാണോ വെക്കണ്ടേ? എന്റെ പൊന്നുമോളെ ആദ്യം തന്നെ വെക്ക്. ഞാൻ ലിസ്റ്റ് വല്ലതും തരണോ? എല്ലാം വെച്ചു. ശരി, അത് പാക്ക് ചെയ്യേ. മോണിക്കെടുത്തി ഞാൻ കേട്ടിട്ടുള്ളത് വൈഫ് ഹസ്ബൻഡിന് വേണ്ടി ഭക്ഷണം കൊണ്ട് കൊടുത്താ ഹസ്ബൻഡിന് ഭയങ്കര സന്തോഷാവുന്ന. എന്റെ കെട്ടിനെ ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടാ കൊണ്ട് കിടക്കുന്നത്.
അമ്മായി അമ്മായി ഇഷയ്ക്ക് വേണ്ടിയേ ഈ വീടിന്റെ താക്കോലുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെക്കാത്ത എന്താ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറയുന്നത് മുഴുവൻ കണ്ട കാര്യങ്ങളാ. അമ്മായി ഇവിടെ ഉണ്ടായിട്ട് പോലും അവള് സൂരജിന് വേണ്ടി ടിഫിൻ പാക്ക് ചെയ്യോ, അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പുതിയ വഴികൾ നോക്കുന്നു. അവസാനം അമ്മായി അവള് വരുതിയിലാക്കില്ലേ? എടി മഹാറാണി, ഇങ്ങ് വന്നേ. ആ അമ്മേ, ഇതാ വരുന്നു. അടുക്കള കയറി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. വീട്ടിലെ ബാക്കിയുള്ള പണികളൊക്കെ എപ്പോഴാ ചെയ്യുന്നത്? അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ ചെയ്തോളാം. സൂരജിന് ടിഫിൻ കൊടുത്തിട്ട് വന്നിട്ട്. വേണ്ട, ആദ്യം പോയി ഭഗവാന് നെയ്യ് ഉണ്ടാക്കാൻ നോക്ക്. നെയ്യോ? നെയ്യ് ഉണ്ടാക്കുവാണോ ചെയ്യുന്നേ? എന്റെ വാസുദേവ, നീ എന്താ ഭൂമിയിൽ തന്നെ ഉണ്ടായതാണോ അതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്നതാണോ? എടി, നീ നിന്റെ വീട്ടിൽ ചപ്പാത്തിയിലിട്ട് കഴിക്കുമായിരുന്നില്ല. അപ്പൊ നീ എന്താ വിചാരിച്ചേ? അടിവാരത്തിൽ നിന്ന് നെയ്യ് ഒഴുകി വരികയാണെന്നോ അതോ മരത്തിൽ നിന്ന് ഉണ്ടാവുന്ന പഴമാണെന്ന് വിചാരിച്ചോ? അയ്യോ അല്ലമ്മേ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാ ഈ നെയ്യ് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? അതിന് എന്തൊക്കെ സാധനങ്ങളാ വേണ്ടത്? അയ്യോ എടി, ആദ്യം തൈര് എടുത്ത് കടയും അതിൽ നിന്നുണ്ടാക്കുന്നതാ വെണ്ണ. ആ വെണ്ണയിൽ നിന്നാ നെയ്യ് ഉണ്ടാക്കുന്നത് മഹാറാണി. കടഞ്ഞെടുക്കാന്ന് വെച്ചാ അതെങ്ങനെ? എടി മോണിക്കേ, മടിച്ചു പാറു. എങ്ങോട്ടടി പോന്നേ? ഇങ്ങോട്ട് വാ. ഇവളെ കൂട്ടിക്കൊണ്ട് പോ. എന്നിട്ട് വെണ്ണയിൽ നിന്ന് നെയ്യ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്ക്. പിന്നെ എല്ലാ ജോലികളും ഇവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഇപ്പൊ ഒരു പണി പഠിപ്പിച്ച് പണി വാങ്ങി വിട്ടതേ ഉള്ളൂ. ഇനി ഈശയുടെ പിറകെ വീണ്ടും പണി വാങ്ങിക്കാൻ പോകേണ്ടി വരുമല്ലോ ഈശ്വര. എന്താ ഇപ്പൊ ചെയ്യാ? അമ്മേ, ഇവക്ക് ശിക്ഷ കൊടുത്തിട്ട് ഇവളോടുള്ള ദേഷ്യമോ എന്നോടുള്ള ദേഷ്യമോ തീർക്കുന്നത്? ഒരു നിമിഷം പോലും എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. പോയാലോ? ആ പിന്നെ ഭഗവാന് വേണ്ടി നെയ്യ് ഉണ്ടാക്കുമ്പോഴേ പ്രാർത്ഥിച്ചോണ്ട് വേണം ചെയ്യാൻ. നമ്മളുടെ മനസ്സ് പോലെ ആയിരിക്കും നമ്മൾ ഭഗവാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങളും. മനസ്സിലായോ? നെയ്യ് ഉണ്ടാക്കാൻ നിന്നാ സൂരജിന് ടിഫിൻ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? വേഗം വാ. പാവം, വല്ലാതെ ആഗ്രഹിച്ചുണ്ടാക്കിയ ടിഫിന്. ഇനി സൂരജ് ഇവളുണ്ടാക്കിയ ഭക്ഷണമല്ല, ഈ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമായിരിക്കും കഴിക്കാൻ പോകുന്നത്. നീ ഇതിനിടയ്ക്ക് ഏത് സ്വപ്നലോകത്താ പോയത്? എടി, സൂരജ് ഇന്ന് വിശന്നാ ജോലിക്ക് പോയിരിക്കുന്നേ. ചെല്ല്, പോയി ആ ടിഫിൻ കൊടുത്തിട്ട് വാ. ഞാനുണ്ടല്ലോ നല്ല ഒന്നാം തരം കറിയാ ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ സൂരജിന് കൊണ്ടുപോയി ടിഫിൻ കൊടുത്തിട്ട് വരാം. ദാ ഇരിക്കുന്ന വെണ്ണ, അവിടെ തന്നെ കുടമുണ്ട്, അതെടുത്ത് ഇങ്ങോട്ട് വാ. ഇനി ആ വെണ്ണ എടുത്ത കുടത്തിലോട്ട് ഇട്. ഇനി ആ കടയിൽ നിന്ന് കോല് വെച്ച് ഇതുപോലെ നന്നായിട്ട് ഇളക്കാൻ നോക്ക്. വേഗം. സോറി. ഭജന കേട്ടില്ല. ശരി ശരി അമ്മേ. അമ്മ പണ്ട് സ്ഥിരം പാടിയിരുന്ന ഭജനയുണ്ട്, അത് തന്നെ പാടാം. സർ, പുരുഷോത്തമൻ സാറിന്റെ അടുത്തേക്ക് പോകേണ്ടിയിരുന്ന പേപ്പറില്ലേ അത്? നാശം പിടിക്കാൻ. വല്യമ്മ പറഞ്ഞ ശരിയായിരുന്നു. എന്തെങ്കിലും കഴിച്ചിട്ട് പോന്നാ മതിയായിരുന്നു. അന്നത്തെ അപമാനിച്ചുകൊണ്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നേ. അതുകൊണ്ടായിരിക്കും ഇത്ര നന്നായിട്ട് വിശക്കുന്നത്. സൂരജ്, പേപ്പേഴ്സിനെ കുറിച്ച് നീ എന്താ പറഞ്ഞത്? അല്ല, അത് പിന്നെ സാർ, നേതാജി എടുത്ത് പോകേണ്ട പേപ്പേഴ്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ചിലപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ വേറെ ഏതെങ്കിലും ഫയലായിരിക്കും കിട്ടിയത്. എന്ത്? അതെ. അനുരാഗിന് ഇത്രയും വലിയ തെറ്റ് എങ്ങനെ സംഭവിക്കാനാ? അനുരാഗ്, അനുരാഗ്!
ഒന്ന് നോക്കി നടന്നൂടെ വലിച്ച? എന്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ താഴെ പോയി. അവൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊടുത്തൊന്ന് സന്തോഷിപ്പിക്കാന്ന് കരുതിയ സുവർണ അവസരം ഇപ്പൊ ഇതാ ഇല്ലാതായത്. എന്റെ പൊന്നുമോളെ, ഓരോ ധാന്യത്തിലും അത് കഴിക്കേണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം നീ ഓർത്തു വെക്കേണ്ടത് നല്ലതാണ്. നിനക്ക് അവകാശപ്പെട്ടത് എന്താണോ അത് ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. പക്ഷെ നിനക്ക് അവകാശമില്ലാത്തത് എന്താണോ അത് നിനക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അമ്മേ, ദേ നെയ് തയ്യാറാക്കി. ഇനി ഞാൻ എന്റെ തലയെ വെക്കണോ അത്? ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലം നോക്കി തണുക്കാൻ വെക്കാത്. ശരി അമ്മേ, ഞാൻ വെച്ചോളാം. അതിനുശേഷം സൂരജിന് ടിഫിൻ കൊടുക്കാൻ പൊക്കോട്ടെ. മോണിക്കെടുത്തേ. അയ്യോ, എന്റെ കാല് പൊള്ളിപ്പോയേ. മോണിക്കെടുത്തേ. എന്റെ കാല് പൊള്ളിയേ. മോനെ പോലെ എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കല്ലേ പണി. ഭക്ഷണം ഉണ്ടാക്കുന്ന നേരത്തെ ഇങ്ങനെ മൊബൈൽ നോക്കിയാ ഇത് തന്നെയായിരിക്കും കിട്ടുക. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ, എന്റെ കാലേ. ഇനി ഇത് എന്ത് ശരിയാവുമോ ഭഗവാനെ. ആ പൊള്ളിയ കാലിൽ എന്തെങ്കിലും തേക്കാൻ നോക്ക. ഇഷ, നീ പൊയ്ക്കോ. സൂരജൻ ടിഫിൻ കൊടുത്തിട്ട് വന്നാ മതി. ഞാനിത് എങ്ങനെയും നോക്കിക്കോളാം. ഇല്ല എടുത്തി ഇങ്ങനെ വിട്ടിട്ട് ഞാൻ ഇങ്ങനെ പോവാനാ? അവളുടെ കാലിൽ എന്തെങ്കിലും തേക്കാൻ നോക്ക. ബിന്യ, ഇതൊന്ന് സൂരജിന് കൊടുത്തേക്കാവോ പ്ലീസ്? പിടിക്ക്. സൂരജ് നന്നായി വിശന്നിരിക്കായിരിക്കും. ചെല്. അയ്യോ, എന്റെ കാല്. നോക്ക്, ഇപ്പോഴും ആദ്യം എടുത്ത മൊബൈലാ. മൊബൈൽ മാത്രം അവളുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. പതുക്കെ എഴുന്നേൽക്ക്. ഇങ്ങനൊരു അഹങ്കാരി കൊണ്ടുപോവാൻ നോക്ക്. അയ്യോ, ദേ താഴെ സൂര്യചേട്ടൻ. പപ്പ എന്തു പറ്റി? ഈ ഇടയായിട്ട് നിന്റെ ശ്രദ്ധ മുടി എവിടെയാ? ഒരു ചെറിയ ജോലി ഏൽപ്പിച്ചിട്ട് അതുപോലെ നിന്നെ കൊണ്ട് സാധിക്കില്ലെന്നാണോ? ഇതുപോലെ വായിക്കാതെയും മനസ്സിലാക്കാതെയും ഏത് ഫയലാണ് നീ പുരുഷോത്തമ സാറിന് കൊടുത്തയച്ചത്? എടാ, അയാൾ ഒരു രാഷ്ട്രീയക്കാരനാ. ഏത് സമയത്ത് വേണമെങ്കിലും കാലുമാറും. ആ പേപ്പേഴ്സ് കാരണം എൻക്വയറി വന്നാൽ എന്ത് ചെയ്യും? സോറി പപ്പ, അബദ്ധത്തില്. മിണ്ടി പോരുത്. ഗുലാബ് ബംഗ്ലാവിലുള്ള ആണുങ്ങൾ തെറ്റ് ചെയ്യാനല്ല ജനിച്ചിരിക്കുന്നത്, ഭരിക്കാൻ വേണ്ടിയാ ജനിച്ചിരിക്കുന്നത്. ഭരിക്കാൻ വേണ്ടി. അനുരാഗ്, നിന്റെ ഒരു തെറ്റിന്റെ ഫലമായിട്ട് എന്റെ ടിക്കറ്റ് ഒരു ക്യാൻസൽ ആയി പോകും. മനസ്സിലായോ? ഒരു പക്ഷെ നീ ഈ കുടുംബത്തിലേക്ക് ഒരു അന്തരാവാസിയെ തന്നിലായിരുന്നെങ്കിലോ ഈ നിമിഷം ഇപ്പോ നിന്റെ ബിസിനസ് പിന്നെ ഈ വീട് രണ്ടിൽ നിന്നും പിടിച്ച് പുറത്താക്കിയനെ. ആരോ? എന്താ പാപ്പ? നമ്മുടെ ബിസിനസിന്റെ അക്കൗണ്ട്സ് ഒക്കെ നീയല്ലേ നോക്കുന്നേ? അതെ പാപ്പ. ഇനി മുതൽ ഏത് ഫയലും പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെ നന്നായിട്ട് പരിശോധിക്കേണ്ടത് നിന്റെ ചുമതലയാണ്. മനസ്സിലായോ? ശരി പാപ്പ. നമ്മുടെ സംശയം ശരിയായിരുന്നു. പ്രോബ്ലം അനുരാഗ് സാറിന് തന്നെയാ. വരൂ, നമുക്ക് പപ്പയുടെ അടുത്ത് പോവാം. നമുക്ക് ഈ റിപ്പോർട്ട് പപ്പയെ കാണിച്ചിട്ട് ഏട്ടത്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് പപ്പയെ പറഞ്ഞ് മനസ്സിലാക്കാം. പപ്പ. വേണ്ട പ്ലീസ് ആരാ, ഈ സമയത്ത് പപ്പയുടെ റിപ്പോർട്ടിനെ കുറിച്ചൊന്നും പറയണ്ട. വേണ്ട ആരോ. ദേ, നീ കണ്ടില്ലേ പപ്പയുടെ ഈ ദേഷ്യം? ഇനിയിപ്പോ ഈ ദേഷ്യത്തിലെങ്ങാനും അനുരാഗേട്ടനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ പ്ലീസ്. അനുരാഗ് കേട്ടോ? ഏട്ടാ, കാവ്യ, നീ എന്തിനാ താഴോട്ട് വന്നേ? സൂരജ് എപ്പോഴും പുറത്ത് തന്നെ ഉണ്ട്. ഗുലാബ് സിംഗ് സാർ അനുരാഗ് സാറിനോട് ഇപ്പൊ ദേഷ്യത്തിലാ. ഈ സമയത്ത് നമ്മൾ അനുരാഗ് സാറിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് എങ്ങനെ പറയാ? ഒരു കടലാസ് മുഖാന്തരം ഉണ്ടായ തെറ്റിന് ഈ വീട്ടിലെ പുരുഷന്മാരുടെ പുരുഷത്വത്തിനാണ് പോറലേൽക്കുന്നത്. എന്താന്ന് വെച്ചാ പപ്പയുടെ വിശ്വാസത്തിൽ ആണുങ്ങൾക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല. എല്ലാം ശരിയായിരിക്കും. ഇനിയിപ്പോ അഥവാ പപ്പ അനുരാഗേട്ടനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊന്നും ഒരിക്കലും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ മനുഷ്യനൊക്കെ തകർന്നു പോവും. വേണ്ട, പപ്പയോട് ആരും ഒന്നും പറയല്ലേ പ്ലീസ്. ചേട്ടത്തി, ചേട്ടന്റെ സത്യം മറച്ചു വെച്ച അവളുടെ ഭവിഷ്യത്ത് എന്താണെന്നറിയോ? പിന്നീട് അങ്ങോട്ട് പപ്പയുടെ കണ്ണിൽ ചേട്ടത്തിക്കായിരിക്കും പ്രോബ്ലം. അതിനുശേഷം പപ്പ എന്ത് ശിക്ഷ തരുമെന്ന് ചേട്ടത്തിക്ക് അറിയാലോ അല്ലേ? ചേട്ടത്തി അതിന് തയ്യാറാണോ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വഴിയുണ്ട്. എന്താ?
എന്റെ അനുരാഗേട്ടന്റെ മാനം രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. എന്താ നീ പറയാൻ വന്നേ? രാവിലെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ വിശന്നിരിക്കേണ്ട അവസ്ഥയാണ്. മര്യാദയ്ക്ക് വല്യമ്മ പറയുന്ന കേട്ട് ഒരു അരച്ചപ്പാത്തിയെങ്കിലും കഴിക്കേണ്ടതായിരുന്നു. പുറത്തേക്കാണെങ്കിൽ പോകാനും പറ്റില്ല. സാറ് എന്നെ ഏത് നിമിഷം വേണമെങ്കിലും വിളിപ്പിച്ചേക്കും. തൽക്കാലം കുറച്ച് വെള്ളം കുടിക്കാം. ബിന്ദിയ, നീയോ? നീ ടിഫിൻ കൊണ്ടുവന്നാണോ? വാ 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 വാ, വേഗം വാ. വേഗം ഇവിടെ വെക്ക്. ഇതാ വരുന്നു. എനിക്കാണെങ്കിൽ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. പതുക്കെ പതുക്കെ. രാത്രി നന്നായിട്ട് ഉറങ്ങിയില്ലേ നീ? എന്നുവെച്ചാ നീ ടിഫിൻ പാക്ക് ചെയ്താണോ അതോ കൈ കിട്ടിയതെല്ലാം വാരി കുത്തി നിറച്ചാണോ? കുഴപ്പമില്ല. കൊള്ളായിഷ, ഇങ്ങനെ കരിഞ്ഞ ചപ്പാത്തി ടിഫിനായിട്ട് കൊടുത്തിട്ടാണോ നീ ഇവനെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നത്? പാവം സൂരജിന്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? ആദ്യത്തേതൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോ തന്നെ സൂരജ് അത് ഇഷ്ടപ്പെടാതെ തുപ്പിക്കളയും. നോക്കിക്കോ. അയ്യോ, എന്റെ കാല്. നീ ഭക്ഷണത്തിൽ എന്തെങ്കിലും ചേർത്തായിരുന്നോ? കൊള്ളത്തില്ലല്ലേ? അതെനിക്ക് അപ്പോഴേ തോന്നി. ഒരു കാര്യം ചെയ്യാം, അത് കഴിക്കണ്ട, നമുക്കേ പുറത്തെവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് വരാം. വാ, എഴുന്നേക്ക്. വാ വാ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്ത് ടേസ്റ്റുള്ള ഫുഡ് നീ ഉണ്ടാക്കിയിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇന്ന് വിശന്നിരുന്നതിന് എനിക്ക് കിട്ടിയ അമൃത ഇത്. നീ എന്റെ മനസ്സ് കീഴടക്കളഞ്ഞു. ഓഹോ, എന്താ ടേസ്റ്റ്! എന്റെ കൃഷ്ണ, ഞാനിന്നുണ്ടാക്കിയ ഭക്ഷണം സൂരജ് വളരെ ആസ്വദിച്ച് കഴിക്കുന്നു എന്ന് എനിക്ക് തോന്നാനുണ്ടായ കാരണമില്ല. ഇന്നത്തെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നീ തന്നെയല്ലേ ഉണ്ടാക്കിയ? അല്ല, അതെ. ഞാൻ അവളുടെ പേര് പറഞ്ഞ അഭിനന്ദനങ്ങൾ മുഴുവൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ? മാത്രമല്ല, അഥവാ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അന്ന് വഴിയിൽ വെച്ച് വീണില്ലായിരുന്നെങ്കിൽ ഇവൻ ഈ സമയത്ത് എന്റെ ഭക്ഷണത്തിന്റെ പുകഴ്ത്തി പറയുമായിരുന്നല്ലോ. ബ്രഹ്മചാരിയുടെ കൂടെ ഈ പെണ്ണിനെ കണ്ട് ഇനി സാറെങ്ങാനും തെറ്റിദ്ധരിക്കുമോ? സാർ, അത് പിന്നെ ഇതാണ് ബിന്ദിയ, എന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരിയാ. തൊട്ടടുത്താ താമസിക്കുന്നത്. അവൾ എനിക്ക് വേണ്ടി ടിഫിനും കൊണ്ട് വന്നതാ. കൂട്ടുകാരിയാ? നമസ്കാരം. അപ്പോ സൗഹൃദവും മുമ്പോട്ട് കൊണ്ടുപോകാൻ അറിയാമായിരിക്കും. നിന്റെ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ നീ ഏതറ്റം വരെ പോകും? ഇവനുമായിട്ടുള്ള സൗഹൃദത്തിന് വേണ്ടി ഞാൻ ഏത് കൊടുങ്കാറ്റും നേരിടാൻ തയ്യാറാണ്. അഥവാ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഭഗവാനോട് പോലും. പക്ഷേ സാർ, അത് ഇടയ്ക്കൊക്കെ
സൗഹൃദത്തിന് പോലും ഒരു അഗ്നിപരീക്ഷ നേരിടേണ്ടി വരും സൂരജ്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ സാർ എന്താ ഈ പറഞ്ഞിട്ട് പോയെ? കൂട്ടുകാരിയാണോ? ഇടയ്ക്കൊക്കെ സൗഹൃദത്തിന് പോലും ഒരു അഗ്നിപരീക്ഷ ആവശ്യമായിട്ട് വരും സൂരജ്. ഈ അശ്രദ്ധയ്ക്ക് ഒരു പരിധിയൊക്കെ ഉണ്ട്. ഈ അലമാരയുടെ വാതിൽ ഇങ്ങനെ അലക്ഷ്യമായിട്ട് തുറന്നിടാൻ പാടുണ്ടോ? എലിയെങ്ങാൻ അകത്ത് കയറിയ തുണി മുഴുവൻ കടിച്ച് നശിപ്പിക്കും. കണ്ടില്ലേ, അയാൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്റെ ഇവിടുത്തെ മുഴുവൻ തുണിയിൽ അധികാരം സ്ഥാപിച്ചിരിക്കാം. എന്റെ സാധനങ്ങൾക്കും എന്റെ ഉടുപ്പുകൾക്കും ഒന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇങ്ങനെ ആരെങ്കിലും ഡ്രസ്സ് കൊണ്ടിടോ? ഇതൊരു തലവേദന കേസ് തന്നെയാ.